ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒത്തിരി നാളെ നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് ലാസ്റ്റ് ഇട്ടത് വാഗമൺ പോയ ട്രിപ്പിൻ്റെ കുറച്ച് പോർഷൻ മാത്രമായിരുന്നു ഇട്ടത്. ബാക്കി ഇടണമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. കുറച്ച് തിരക്കായിപ്പോയി. തിരക്ക് മാത്രമല്ല, ബേസിക്കലി മടിയായിരുന്നു. മടി കാരണം എഡിറ്റ് ചെയ്യാനോ കാര്യങ്ങളൊന്നും ചെയ്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരുന്നു ഇടാതിരുന്നത്. അപ്പോൾ നമ്മുടെ ആ ഫുൾ വീഡിയോ കാര്യങ്ങളും എല്ലാം കൂടി ചെറിയ ചെറിയ ബിറ്റുകളെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരൊറ്റ വീഡിയോ ആയിട്ടിട്ട് ആ ഒരു സെക്ഷൻ അവസാനിപ്പിക്കാമെന്ന് കരുതി. അതുകൊണ്ട് ഒറ്റ വീഡിയോ ആയിട്ട് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടൊരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മളവിടെ ചെന്ന് ചെല്ലുന്നതിന് ഇടയ്ക്ക് ശങ്കരനൊന്ന് വൊമിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ടേ ഉള്ളൂ. ഈ ചുരം കയറുമ്പോൾ കുഞ്ഞിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഇറങ്ങിയതല്ലേ, അപ്പോൾ ഗ്യാസൊക്കെ കയറി ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ വന്ന വഴിയിലുള്ള ചെറിയ ചെറിയ വിറ്റുകൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ അത് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും പിന്നെ ഓർക്കുമ്പോൾ മെമ്മറീസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് എല്ലാം ഒന്ന് ആഡ് ചെയ്തുകൊണ്ട് ഒറ്റ വീഡിയോ ആയിട്ട് എങ്ങനെ ഇടാൻ പറ്റും നോക്കി അങ്ങനെ ഞാൻ എല്ലാം കൂടി ആഡ് ചെയ്ത് ഇട്ടെന്നേ ഉള്ളൂ. നമ്മൾ സ്റ്റേ അറേഞ്ച് ചെയ്തിരുന്നത് കല്ലറക്കൽ റിസോർട്ടല്ല, കോട്ടേജാണ്. അപ്പോൾ അവിടെയായിരുന്നു സ്റ്റേ. 2 കോട്ടേജസ് ആയിട്ടായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ നമ്മളൊരു 11 മണിയോടുകൂടിയാണ് അവിടേക്ക് എത്തുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ അവിടെ എത്തിക്കും. ഈ ഒരു സീനിൽ കാണിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ ചെന്ന് കാൽവറി മൗണ്ടിൽ പോയായിരുന്നു. അവിടുന്ന് പോയിട്ട് റിട്ടേൺ വന്ന് കഴിഞ്ഞിട്ടുള്ള സീനാണിത്. ആക്ച്വലി എനിക്ക് അന്നേരം വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല മഴയായിരുന്നു. നമ്മൾ കുഞ്ഞുറങ്ങിയായിരുന്നു. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ അവിടെ ഇറങ്ങിയിട്ട് നല്ല രസമായിരുന്നു അവിടെ കാണാൻ കേട്ടോ. വീഡിയോസ് ഒന്നും സത്യം പറഞ്ഞാൽ ഇല്ല. പിന്നെ എപ്പോഴെങ്കിലും കിടപ്പുണ്ടെങ്കിൽ ഞാൻ ചെറിയ ഷോർട്ടായിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ലോങ് വീഡിയോയ്ക്ക് ഒന്നും എനിക്ക് അതിൻ്റെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ലായിരുന്നു. ആക്ച്വലി ഞാൻ എടുത്തില്ല, അതാ പറ്റിപ്പോയായിരുന്നു. കുഞ്ഞ് ഉറങ്ങിപ്പോയായിരുന്നു. ചേട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് എവിടെയാണെന്നുള്ളത് അറിയത്തില്ല. ഇനി തപ്പണം, ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ആഡ് ചെയ്തിടാം. പക്ഷെ നല്ല രസമാണ് കാൽവരി മൗണ്ടിന് മേലിൽ നിന്ന് താഴോട്ട് ഭയങ്കര ഭംഗിയെന്നറിയാം. ഇതിപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ ഏറ്റവും ടോപ്പിലത്തെ ഒരു പോർഷനാണ്. അവിടെ നല്ല രസമായിരുന്നു. ഓക്കെ, ഇപ്പം പിന്നെ നമ്മൾ പിറ്റേ ദിവസം മോർണിംഗാണ്. മോർണിംഗിൽ രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റ് കുഞ്ഞും ചേട്ടനും ഉറങ്ങുവാണ്. ഉറക്കുന്നത് എനിക്ക് രാവിലെ നല്ല പണി കിട്ടി. നല്ല തുമ്മലായിരുന്നു, കാരണം തണുപ്പ് എനിക്ക് അത്ര പറ്റത്തില്ല. നല്ല തുമ്മലൊക്കെ ആയിട്ട് നല്ല ടാസ്ക് ആയിട്ട് ഇരിക്കുമായിരുന്നു. പിന്നെ നമ്മൾ നൈറ്റ് ഫുഡ് കഴിക്കാൻ പോവുകയാണേ. ഫുഡ് കഴിക്കാൻ നമ്മൾ അവിടെ കോട്ടേജിൽ പറഞ്ഞിട്ടില്ലായിരുന്നു, ഫുഡ് ഓർഡർ കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ നൈസായിട്ടൊന്ന് ഇറങ്ങിയത് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ദൈവം സഹായിച്ച് ഒരൊറ്റ കട പോലും ഇല്ലായിരുന്നു. നമ്മൾ കുറേ പോയി കഴിഞ്ഞിട്ട് ചെറിയൊരു തട്ടുകട കണ്ടത്. അവിടുന്ന് നമ്മൾ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. അതിൻ്റെ വീഡിയോസൊന്നും എൻ്റെ എത്തില്ല. കഴിച്ചു നമ്മൾ തിരിച്ചു വരുവാണ്. തിരിച്ച് വന്നപ്പോഴത്തേക്കിന് നമ്മുടെ കോട്ടേജിൽ നേരത്തെ ബുക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരും കാര്യങ്ങളും ഒക്കെ എത്തിയിട്ടുണ്ട്. ഒത്തിരി പേരുണ്ടായിരുന്നു. നമ്മൾ വന്ന സമയത്ത് ആരും ഇല്ലായിരുന്നു, നമ്മൾ മാത്രം ഉള്ളായിരുന്നു. അപ്പം ബുക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരും കാര്യങ്ങളും ഒത്തിരി പേരുണ്ടായിരുന്നു. എല്ലാവരും വന്ന് പൂളിൽ ചാടുമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പൂളിൽ വന്ന സമയത്ത് ഇറങ്ങിയായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ റെഡിയായിട്ട് വന്നിരിക്കുകയാണ്. റൂമൊക്കെ ലോക്ക് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ചേട്ടനും ചേച്ചിയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ റെഡി ആവുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് വരെ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് അവരുടെ റൂമിലോട്ട് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ റെഡി ആയോ നോക്കാൻ വേണ്ടിയിട്ട് അതായിരുന്നു ഞങ്ങളുടെ കോട്ടേജ്. ഇത് അവരുടെ കോട്ടേജാണ്. അപ്പം നല്ല ഭംഗിയാണ്. അവിടെ ബാക്കിലൊരു ബാൽക്കണി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. വെളിയിലോട്ട് നോക്കുമ്പോൾ നല്ല രസമായിരുന്നു കാണാൻ. അപ്പോൾ അവർ റെഡിയായി നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നേക്കുമായിരുന്നു. വീഡിയോ എടുക്കുകയാണോ ചോദിക്കുമോ ചേട്ടൻ കേട്ടോ. വ്ളോഗർ വീഡിയോ എടുക്കുകയാണെന്ന് ചോദിച്ച് കളിയാക്കുമോ എന്നെ. അപ്പോൾ ചേച്ചി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്യാമറയിലൂടെ നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു ചേച്ചിയെ കാണാൻ. അപ്പോൾ ഞാൻ പറയായിരുന്നു ചേച്ചി നല്ല രസമുണ്ട്, സുന്ദരിയായിട്ടുണ്ട്. അതിനെ ചേച്ചി ചിരിച്ചുകൊണ്ട് നിന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഇറങ്ങി കുറച്ച് ടാസ്ക്കായി. ശങ്കരനല്ല, എനിക്ക് ഇച്ചിരി വൊമിറ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ വന്ന് ചെയ്തില്ല, പക്ഷേ ചെറിയൊരു ടെൻഡൻസി വൊമിറ്റിങ്. അങ്ങനെ ഇരുന്ന് പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ നല്ല കോട ഉണ്ടായിരുന്നു. കോട കയറി എല്ലാം ഇതായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കായിരുന്നു പാഞ്ചാലിമേടുള്ളത്. അപ്പോൾ പാഞ്ചാലിമേടിലൂടെ കയറിയാലോ എന്നിങ്ങനെ സംസാരം നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ സംസാരത്തിൻ്റെ ഇടയിൽ ഞങ്ങളൊന്നും ഫിക്സ് ചെയ്തില്ല. പക്ഷേ ഈ കോട കയറി കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു പാഞ്ചാലിമേട് ഈ സമയത്ത് കണ്ണ് അടുത്ത് നിൽക്കുന്ന ആളിനെ പോലും കാണാൻ പറ്റാത്ത പോലെ ഭയങ്കര കോടയായിരിക്കും എന്നൊക്കെ ചേച്ചി ഞങ്ങൾക്ക് നല്ല മോട്ടിവേഷനൊക്കെ തന്നെ ചേച്ചിയുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പാഞ്ചാലിമേടിലേക്ക് പോകാനുള്ള ഒരു ടാസ്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആക്ച്വലി പാഞ്ചാലിമേടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ആ ഒരു കോടയും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങോട്ട് പോവുകയാണ്. പക്ഷേ ഭയങ്കര ഭീകരമായിട്ടില്ലായിരുന്നെങ്കിലും ചെറിയ രീതിയിൽ കോടയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു.
എന്തായിരിക്കും അവിടുത്തെ കണ്ടീഷൻ എന്ന് അറിയാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുട ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവാണ്. കാരണം നമുക്ക് ഇപ്പം തന്നെ ഒത്തിരി ലേറ്റ് ആയി. നമ്മൾ വീട്ടിലെത്തുമ്പം ഏകദേശം കുറച്ചുകൂടെ ലേറ്റ് ആവും. അപ്പോൾ അങ്ങോട്ട് പോകണോ എന്താ എന്നുള്ളൊരു സംശയത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. പോകണോ വേണ്ടായോ, എന്നാലും പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പം പാഞ്ചാലിമേടൂടെ കയറിയാൽ കൊള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ പോവാണ്. അപ്പോൾ ഇച്ചിരി അത്യാവശ്യം ലോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. കാരണം ഒത്തിരി നേരമായിരുന്നു ഇറങ്ങിയിട്ട്. ഇപ്പോൾ നമ്മൾ പാഞ്ചാലിമേടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അവസാനം പാഞ്ചാലിമേടിലെത്തി. അന്നേരമാണ് ട്വിസ്റ്റ്. എന്താണ് ട്വിസ്റ്റ് എന്നല്ലേ, പാഞ്ചാലിമേട് അടച്ചിട്ടിരിക്കുകയാണ്. അവരെ ഇപ്പം ഗേറ്റ് വിടുന്നില്ല. അതായിരുന്നു വമ്പൻ ട്വിസ്റ്റ്. ഞങ്ങൾ ചമ്മിപ്പോയി. ഞങ്ങൾ അവിടെ ചെന്നു പാഞ്ചാലിമേട് അടച്ചിട്ടിരിക്കുന്നു. പിന്നെ ഞങ്ങളവിടെ വെളിയിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ആരും കയറ്റി വിടുന്നില്ലായിരുന്നു. അപ്പോൾ 6 മണിക്ക് ശേഷമായിരുന്നു. ആയതുകൊണ്ട് ആരും കയറ്റി വിടത്തില്ലെന്നാണ് പറഞ്ഞത്.